ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്നുവരെ ജീവിപ്പാൻ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. മേലുദ്യോഗസ്ഥൻ തന്നെ തെറ്റിദ്ധരിച്ചതിന്റെയും ശാസിച്ചതിന്റെയും പക അയാൾക്കുണ്ടായിരുന്നു. ധാർമ്മിക രോഷം ഉള്ളിൽ ആളിക്കത്തി. യാദൃശ്ചികമായി കണ്ട ധ്യാനഗുരുവിന്റെ മുമ്പിൽ കാര്യം വിവരിച്ചു. രോക്ഷാകുലനായ അയാളോട് ഗുരു പറഞ്ഞു, മേലുദ്യോഗസ്ഥനെതിരെ പരാതി കൊടുക്കണം. ശക്തമായ ഭാഷയിൽ വേണം പരാതി എഴുതാൻ. അയാൾ ഗുരുവിന്റെ വാക്ക് കേട്ടയുടൻ പേപ്പർ വാങ്ങി പരാതി എഴുതി തുടങ്ങി. വാക്കുകളുടെ മൂർച്ച ഒട്ടും കുറഞ്ഞു പോകരുത് എന്ന് ഉപദേശിച്ചും കൊണ്ട് ഗുരു അരികത്ത് തന്നെ നിന്നു. എഴുത്ത് പൂർത്തിയാക്കി അയാൾ ദീർഘനിശ്വാസം വിട്ടു. ഗുരു പറഞ്ഞു, എഴുതിയത് ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാൻ സമയമുണ്ട്. അയാൾ വായിച്ചു നോക്കി ചില തിരുത്തലുകൾ വരുത്തി. ഗുരു പറഞ്ഞു, ഒന്നുകൂടി വായിച്ചു നോക്കൂ. ഉന്നത അധികാരികൾക്ക് അയക്കുന്നതല്ലേ. അയാൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു വായിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് അയക്കണമെന്ന് ഇപ്പോൾ തോന്നുന്നില്ല. ദേഷ്യമൊക്കെ പോയതായി തോന്നുന്നു. സ്വയം പ്രതിരോധ മാർഗങ്ങൾ പോലെ പ്രസക്തമാണ് സ്വയ നിയന്ത്രണ മാർഗങ്ങൾ. എല്ലാ പ്രതികരണങ്ങളും അതിരുവിടുമ്പോൾ കണ്ടെത്തുന്ന ന്യായീകരണമാണ് പ്രകോപിക്കപ്പെട്ടതുകൊണ്ട് സംഭവിച്ചു പോയതാണ് എന്ന അവധാപറച്ചിൽ. പ്രകോപിതനോ ആകുന്നുവെങ്കിൽ അതിനർത്ഥം സ്വന്തം മനോവ്യാപാരങ്ങൾക്ക് മേലുള്ള നിയന്ത്രണം ആ ആൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ്. എല്ലാറ്റിനെയും പ്രതിഷേധിച്ച് തോൽപ്പിക്കാനാവില്ല. ആണി കൊണ്ടതിന്റെ പേരിൽ ആണിക്കെട്ട് തൊഴിച്ചാൽ എന്താകും ഫലം? മുള്ളിന് നേരെ തൊഴിച്ചാലും പെടാപ്പാട് തൊഴിച്ചവന് തന്നെ. ഇത് ശരിക്കും മനസ്സിലാക്കിയവൻ പൗലോസായിരുന്നു. ദമസ്കോസിലുള്ള ക്രിസ്ത്യാനികളെ പിടിച്ചു കെട്ടി യെരൂശലേമിൽ കൊണ്ടുവന്ന് അവരെ ശിക്ഷിക്കേണ്ടതിന് മഹാപുരോഹിതന്റെയും അധികാരികളുടെയും അധികാരപത്രം വാങ്ങി ദമസ്കോസിലേക്ക് പ്രയാണം ചെയ്തു. മധ്യാഹ്നത്തിൽ മഹത്വത്തിന്റേതായ ഒരു ദർശനം അവനുണ്ടായി. പട്ടാപ്പകൽ ഉദിച്ചുയർന്നു നിൽക്കുന്ന പകലോന്റെ പ്രകാശധാരയെ അതിജീവിക്കുന്ന ഒരു വെളിച്ചം അവന് ചുറ്റും മിന്നി. പൗലോസ് നിലത്ത് വീണപ്പോൾ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിന് നേരെ ഉതയ്ക്കുന്നത് നിനക്ക് നന്നല്ല എന്ന് ഒരു വാക്കും കേട്ടു. മുള്ള് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് മരുക്കമില്ലാത്ത മൃഗങ്ങളെ മുമ്പോട്ട് ഓടിക്കുവാൻ വേണ്ടി കൂർത്തമുനയുള്ള ഒരുതരം വടി ആ കാലത്ത് ഉപയോഗത്തിലുണ്ടായിരുന്നു. ആ വടിയെയാണ് മുള്ള് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പൗലോസാകട്ടെ മതഭക്തി മൂത്ത് സ്വന്തം മനസ്സാക്ഷിയുടെയും പരിശുദ്ധാത്മാവിന്റെയും മുൾമുനയുടെ നേരെ ഉദയ്ക്കുകയായിരുന്നു. സ്തഫാനോസ് മരിക്കുമ്പോൾ വ്യാപരിച്ച ദൈവകൃപ പൗലോസ് കണ്ടു. എങ്കിലും തന്റെ മസിൽ പൗറും അധികാരികളുടെ സമ്മതപത്രത്തിന്റെ പൗറും കൊണ്ട് അവിടെ വ്യാപരിച്ച ശക്തിയെ പരാജയപ്പെടുത്താം എന്നാണ് താൻ വിചാരിച്ചത്. ധിക്കാരിയായ പരീശനെ മറ്റൊരാൾ താങ്ങി പിടിച്ച് നടത്തത്തക്ക നിലയിലേക്ക് അത്രയ്ക്ക് അവശനാക്കി. തന്റെ കണ്ണിന് മുമ്പിൽ ഒരു വെളിച്ചം ഒന്ന് മിന്നിയതേ ഓർമ്മയുള്ളൂ. 3 ദിവസത്തേക്ക് കാഴ്ചയില്ലാതെ പോയി. ആ ദിവസങ്ങളിൽ ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തില്ല. പാവം ക്ഷീണിച്ച് അവശനായി. മുള്ളിന് നേരെ തൊഴിച്ചാലുള്ള അവസ്ഥയെ മല്ലന്മാരായുലകിൽ ജീവിച്ചവരെല്ലാം ഇപ്പോൾ എവിടെ? മല്ലന്മാരായുലകിൽ ജീവിച്ചവരെല്ലാം ഇപ്പോൾ എവിടെ? നല്ല പോൽ ചിന്തിക്കാ നീ, അവർ ശവക്കല്ലറകളിലല്ലയോ. നല്ല പോൽ ചിന്തിക്കാ നീ, അവർ ശവക്കല്ലറകളിൽ അല്ലയോ. പൗലോസ് നല്ലപോലെ ചിന്തിച്ചു. ശവക്കല്ലറയിലാകുന്നതിന് മുമ്പ് യേശുവിന്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെട്ട ക്രിസ്ത്യാനിയായി തീർന്നു. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കും. അവൻ രക്ഷിക്കപ്പെട്ടവനാണ് എന്നുള്ള അതിന്റെ ലക്ഷണങ്ങൾ പ്രകടമാക്കും. പൗലോസിന്റെ ജീവിതാനുഭവങ്ങളിലൂടെ ദൈവാത്മാവ് അത് വെളിപ്പെടുത്തി തന്നിട്ടുമുണ്ട്. 1 പ്രവൃത്തിയുടെ പുസ്തകം 9:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിനെ അനുസരിക്കുകയും തന്റെ ശബ്ദം കേൾക്കുകയും ചെയ്യുന്നവനായി തീർന്നു. 2 പ്രവൃത്തി 9:6 കർത്താവിന് കീഴ്പ്പെടുവാനും അവന്റെ ഇഷ്ടം ചെയ്യുവാനുമുള്ള
ആഗ്രഹം അവനിൽ ഉണ്ടാകും. 3. പ്രവൃത്തി 9:11 അവൻ പ്രാർത്ഥിക്കുന്നവനായിത്തീരും. 4. പ്രവൃത്തി 9:18 അവൻ സ്നാനം സ്വീകരിച്ച് കർത്താവിനെ അനുസരിക്കും. 5. പ്രവൃത്തി 9:19 ദൈവജനത്തോടു ചേർന്ന് കൂട്ടായ്മ അനുഭവിപ്പാൻ താൽപര്യപ്പെടും. 6. പ്രവൃത്തി 9:20 അവൻ സാക്ഷ്യം പറയുവാൻ തുടങ്ങും. 7. പ്രവൃത്തി 9:22 അവൻ കൃപയിൽ വളർന്നു വരാൻ ഇടവരും. ആ നിലയിൽ പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് രേഖപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും ജനനം ഒരു വ്യക്തിയിൽ സംഭവിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ സ്വാഭാവികമായി വിളങ്ങേണ്ട ഗുണങ്ങളാണ് ഇവയെല്ലാം. വൈഷമ്യങ്ങളെ മനസ്സമാധാനത്തോടെ നേരിടുവാൻ സഹായിക്കുന്ന ഒരു രഹസ്യ സങ്കേതം എല്ലാവർക്കും ആവശ്യമാണ്. ദൈവസന്നിധിയും പ്രാർത്ഥനാ വേളകളും അതാണ്. പ്രവൃത്തികളുടെ പുസ്തകം 4:24 അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ഇതിന് സന്ദർഭം എന്ത് എന്ന് ചോദിച്ചാൽ, സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തെങ്കിൽ ഭിക്ഷയാചിച്ചിരുന്ന മുടന്തനായ മനുഷ്യന് സൗഖ്യം ലഭിച്ചതറിഞ്ഞ ജനവും പുരോഹിതന്മാരും ദൈവാലയത്തിലെ പടനായകനും സദൂക്യനും പൗലോസിന്റെയും യോഹന്നാന്റെയും നേരെ വന്നു അവരെ ചോദ്യം ചെയ്തു. 4:7 ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങളിത് ചെയ്തു എന്ന് ചോദിച്ചു. പത്രോസ് പരിശുദ്ധാത്മാ നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം ഞങ്ങളെ വിസ്തരിക്കുന്നുവെങ്കിൽ ഇത് അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങളിപ്പോൾ എല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞതായിരിക്കുന്ന കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്നതായിരിക്കുന്ന വിവരവും ദൈവാത്മാവിന്റെ നിറവിനാൽ പത്രോസ് പ്രസംഗിപ്പാനായിട്ടും അവരെ അറിയിപ്പാനായിട്ടും ഇടവന്നു. കൂടെ ഇങ്ങനെ പറഞ്ഞു, മറ്റാരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നവർ എന്നും അറിഞ്ഞു. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിന്നിരുന്നത് കൊണ്ട് പ്രമാണികൾക്ക് ഇതിൽ ഒന്നും പറയുവാനായിട്ട് കഴിഞ്ഞില്ല. എങ്കിലും അവർ ആലോചിച്ച് അപ്പോസ്തലന്മാരെ വരുത്തി യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയുമരുത് എന്ന് കൽപ്പിച്ചു. അതിന് പത്രോസും യോഹന്നാനും മറുപടിയായി പറഞ്ഞത്, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിനു മുമ്പാകെ ന്യായമോ? ഞങ്ങൾക്ക് കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. പ്രമാണികൾ പിന്നെയും അവരെ ഭീഷണിപ്പെടുത്തി പറഞ്ഞയച്ചു. വിട്ടയച്ച ശേഷം അവർ കൂട്ടുസഹോദരന്മാരോട് വിവരം ധരിപ്പിച്ചു. അവർ ഒന്നുചേർന്ന് ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിന്റെ സർവാധികാരത്തോടു കൂടിയ ശക്തിയെ വിശദമാക്കി അവയെ അംഗീകരിച്ച ശേഷം 3 പ്രത്യേകമായിരിക്കുന്ന ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ വെച്ചു. 1. അവരുടെ ഭീഷണിയെ നോക്കണമേ. എതിർച്ചയിൽപ്പെട്ടവരെ എന്തു ചെയ്യണമെന്ന് അങ്ങ് തീരുമാനിച്ചു കൊള്ളുക എന്നാണ് അവർ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാകും. 2. നിന്റെ ദാസന്മാരായ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കൃപയുടെ ഉറവിടം മുകളിലാണ് എന്ന് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നു. 3. സൗഖ്യം വരുത്തുവാൻ അങ്ങയുടെ കൈ പ്രവർത്തിക്കുന്നതിനാൽ ആയി സ്തോത്രം. സൗഖ്യം വരുത്തുവാൻ അവിടുത്തെ കൈക്ക് മാത്രമേ കഴിയൂ എന്നുള്ളതും അവർ മനസ്സിലാക്കിയിരുന്നു. മുടന്തന്റെ സൗഖ്യസമയത്ത് അതാണ് അവർ കണ്ടത്. ഈ പ്രാർത്ഥന സ്വർഗം കേട്ടു. മറുപടിയായി അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി. അവർ ദൈവവചനം ധൈര്യത്തോടുകൂടി പ്രസ്താവിച്ചു എന്ന് 31 എഴുതിയിരിക്കുന്നു. ആദിമ സഭയിൽ പകർന്ന ദൈവകൃപ ഇന്നും നമ്മുടെ മേൽ പകരുവാൻ സ്വർഗത്തിന് മനസ്സാണ്. ആ താല്പര്യത്തോടെ വചനം പ്രസ്താവിപ്പാൻ ഉത്സാഹിച്ചും കൊണ്ട് കൃപാസനത്തോടടുത്ത് യോഗ്യന്മാരായി വിളങ്ങുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.